Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നോമ്പിന് മുമ്പ് ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിന് ഒരുപാട് സമയം അടുക്കളയിൽ ചിലവഴിക്കേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് പാനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പ് ആവുന്നത് വരെ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് പൊടിച്ച് വെച്ചാൽ നമുക്കിത് കുറച്ചധികം നാൾ ബോട്ടിലൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോമ്പിന് അധിക സ്നാക്സിനും ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് അപ്പം ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് പകരം ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ തീ കുറച്ച് കൂടിപ്പോയ കാരണം ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം ദിവസത്തേക്കുള്ള ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ അടുത്തതായിട്ടൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏലക്കായ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അധിക ഡിഷിലേക്കും ഏലക്കായ പൊടിച്ചത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം ഇങ്ങനെ കുത്തി ചതച്ചൊന്നും എടുക്കേണ്ട ആവശ്യം വരില്ല. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. പക്ഷേ അങ്ങനെയാകുമ്പോൾ നമുക്ക് മധുരമുള്ള ഡിഷിൽ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഏലക്കായ മാത്രമായിട്ട് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് ആവശ്യമുള്ള എല്ലാത്തിലേക്കും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ചധികം പഞ്ചസാര പൊടിച്ച് വെക്കാം. അപ്പോൾ നോമ്പിന് നമുക്ക് ഒരുപാട് ഡ്രിങ്ക്സിലേക്കും അതുപോലെ ചായയിലേക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും പഞ്ചസാര ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമുക്കവിടെ സമയം ലാഭിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നോമ്പിന് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ഇളക്കിയൊന്നും ഇരിക്കേണ്ടി വരില്ല. പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചിട്ട് ഇതുപോലെ ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും അളവിൽ പൊടിച്ച് വെക്കുക. അപ്പോൾ നല്ല ഈസിയാണ് ഇങ്ങനെ ചെയ്യാൻ. ഇത് നമുക്ക് നോമ്പല്ലെങ്കിലും ഈ ഒരു ചൂടുകാലത്തൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഉപകാരമാവും. ഇനി നമുക്ക് നോമ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നാരങ്ങ വെള്ളം. അപ്പോൾ ഈ ഒരു നാരങ്ങ വെള്ളം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ചധികം നാരങ്ങ എടുത്ത് ഇതിൽ നീരൊക്കെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇതിലെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അരിപ്പ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ പിഴിഞ്ഞെടുക്കുന്നത്. ആ കുരുവൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം കുരു അരിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് നാരങ്ങ നീര് ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നാരങ്ങ വെള്ളം കലക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ ഒരു ഐസ് ട്രേയിലേക്ക് ഈ ഒരു നാരങ്ങ നീര് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഇതൊന്ന് ഫ്രീസായ ശേഷം ഒരു ഗ്ലാസ്സിൽ വെള്ളം കലക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയും കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ മതിയാവും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ലൈം ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നമുക്ക് നോമ്പല്ലെങ്കിലും ഈ ഒരു സമയത്തൊക്കെ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്നാക്സിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് കിഴങ്ങ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അങ്ങനെ ഉടച്ചിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം ഉടച്ചെടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനും ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും. അപ്പോൾ കൂടുതൽ പേരൊക്കെ ആ ഒരു സ്നാക്കിലേക്കുള്ള മസാല തയ്യാറാക്കി വെക്കാറുണ്ട്. അപ്പം നമുക്ക് സമൂസയിലേക്കും കട്ട്ലേറ്റിലേക്കുള്ള മസാല ഒരുപോലെയാണ് തയ്യാറാക്കുന്നതെങ്കിലും സമൂസയിലേക്ക് കിഴങ്ങ് ഒരുപാട് ഉണ്ടാകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കട്ട്ലേറ്റിലേക്കാണെങ്കിൽ അത്യാവശ്യം കിഴങ്ങ് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഒരേ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും അത് വെച്ചിട്ട് തന്നെ തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കിഴങ്ങ് മാത്രമായിട്ട് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി.
ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതുപോലെ ചിക്കനും ബീഫൊക്കെ നമുക്ക് കുറച്ച് വേവിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് സ്നാക്സൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അധികം എല്ലില്ലാത്ത കുറച്ച് പീസുകളാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്നാക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് മറന്നു പോകരുത്. അപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പിച്ചെടുക്കൂലേ, അങ്ങനെ വേണമെങ്കിൽ ചെയ്തിട്ടും സൂക്ഷിക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പണി ലാഭമായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഉപയോഗിക്കുന്ന സമയത്ത് കട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബീഫൊക്കെ തയ്യാറാക്കി വെക്കാം. ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും. കാരണം ഈ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കാൻ ഒത്തിരി സമയം വേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ നോമ്പൊന്നും ഇല്ലാത്ത സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പിന് വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിച്ചാൽ മതിയാവും. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഇത് കാണിക്കുന്നുള്ളൂ. നമുക്ക് നോമ്പിന് വേണ്ടിയിട്ട് കുറച്ചധികം ഇതുപോലെ ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 2 മാസം വരെ ഇത് സൂക്ഷിക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ ഓയിലും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതുപോലെ കുറച്ച് ഇഞ്ചി ഇവിടെ ഞാൻ തൊലി കളഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഞ്ചി വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും ചില ഡിഷിലേക്ക്. അതുപോലെ തന്നെ നാരങ്ങ വെള്ളമൊക്കെ കലക്കുകയാണെങ്കിൽ ചിലർ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഇഞ്ചി ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇഞ്ചി പേസ്റ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും നേരത്തെ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പിന് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് കഴിയും. ഇനി ഞാനിവിടെ ചെയ്യുന്നത് കുറച്ചധികം റവ വറുത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് നോമ്പിന് ഈ ഒരു മലബാർ ഏരിയയിലൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് തരിക്കഞ്ഞി. എല്ലാ ദിവസവും എല്ലാ വീട്ടിലും തയ്യാറാക്കിയെടുക്കും. അപ്പോൾ അതിന് റവയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്ത് വെച്ചാൽ മതി. വറുക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ പ്രാണികളും പുഴുക്കളൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വറുത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് കാലം കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് വറുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതുപോലെ വറുത്ത് നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതുപോലെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പിലേക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് വാങ്ങിയ ഉടനെ തന്നെ കട്ട് ചെയ്തിട്ട് ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു കട്ട് ചെയ്യാനുള്ള സമയം നമുക്ക് ലാഭിക്കാം. നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ വരെ നമ്മളിപ്പം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നോമ്പ് നോറ്റ് തളർന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ഒരു വലിയ ഹെൽപ്പായിട്ട് തോന്നും. ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ ജോലി തീർക്കാൻ പറ്റും. ഒരുപാട് സമയം അടുക്കളയിൽ ചിലവഴിക്കേണ്ടി വരില്ല. നമ്മൾ സ്നാക്സിലേക്കുള്ള ചിക്കനും കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചു. അതുപോലെ തന്നെ നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ വറുത്ത് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ സേമിയം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള സേമിയം വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തതാണെങ്കിൽ ഇത് ആവശ്യം വരില്ല. ഇതുപോലെ വലിയ പാക്കറ്റ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാത്തതാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബോട്ടിലിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എടുത്താൽ മതിയാവും. തരിക്കഞ്ഞിയിലേക്കൊക്കെ എന്നും കുറച്ച് സേമിയം ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാനായിട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്